ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ ഹേഴ്സ്ലീൻ്റെ പ്രീമിയം പ്ലാൻ നമ്മൾ പഠിച്ചു അല്ലേ. അതായത് ടൈം സേവ് ചെയ്യുന്നതിൻ്റെ അവരോട് സേവ് ചെയ്യുന്ന ടൈമിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അതിൻ്റെ ഒരു വാല്യൂവിൻ്റെ ഒരു 50% അവർക്ക് ബോണസ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോവൻ പ്രീമിയം പ്ലാൻ. ആക്ച്വലി റോവൻ പ്ലാനും ഹേഴ്സീൻ്റെ പോലെ തന്നെ അതിൻ്റെ സെയിം തന്നെയാണ്. ഇതിൽ രണ്ടിൻ്റെയും കൂടെ കമ്പാരിസൺ ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇക്വേഷന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് റോവനിൻ 1901 ഇത്രയും വർഷം മുമ്പ് അതായത് അന്ന് ഈ ഗ്ലാസോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട്, അതാണ് നാറ്റീവ് പ്ലേസ്, അവിടെ വെച്ചിട്ടാണ് ഇങ്ങനൊരു പ്ലാന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇതൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആണ് ഇതൊക്കെ. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഈ വർക്കേഴ്സിന് എന്ത് കിട്ടുന്ന അറിയോ? ആക്ച്വൽ വേജ് ഫോർ ഹവേഴ്സ് വർക്ക്ഡ് ആൻഡ് എ ബോണസ് ഫോർ ടൈം സേവ്ഡ്. നമ്മളെ ഹേഴ്സ്ലീൻ്റെ പ്ലാൻ പോലെ തന്നെ അതുമായിട്ട് ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഞാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ വേജ് ഈക്വൽ ടു T/R തന്നെയാണ് നോർമലി കാണുന്ന പോലെ തന്നെ. ഈ ബോണസ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ എഴുതിയേക്കുന്നത്, നല്ലോണം ശ്രദ്ധിച്ചു. ബോണസ് ഈക്വൽ ടു ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻ ടു ടൈം ടേക്കൺ ഇൻ ടു ഹവർലി റേറ്റ്. മറ്റതിൽ 50% ആയിരുന്നെങ്കിൽ ടൈം സേവ് ചെയ്തതിൻ്റെ ഇതിനകത്ത് ഇങ്ങനെ ബോണസിൻ്റെ ഒരു ഇക്വേഷൻ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വേഷനാണ് നിങ്ങൾ ഓർത്തി വയ്ക്കുന്നത്. അപ്പം ഇക്വേഷൻ ഇങ്ങനെയാണ്: ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻ ടു ടൈം ടേക്കൺ ഇൻ ടു ഹവർലി റേറ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എങ്ങനെ? എഫിഷ്യൻ്റ് ആയുള്ളവർക്കൊരു മിനിമം വേജ്. പിന്നെ ഇത് കുറച്ചും കൂടെ ലിബറലാണ്, ഹേഴ്സി പ്ലാനിനെക്കാട്ടും ലിബറലാണ്. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കുറച്ചും കൂടെ നമ്മളിത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിൻ്റെ കാൽക്കുലേഷൻ അത് ഞാൻ പറഞ്ഞുതരാം. കാൽക്കുലേഷൻ വെച്ചിട്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുമില്ല, ഇക്വേഷൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെ അടുത്ത മെത്തേഡാണ് ടൈലേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആണ്, അധികവും എക്സാമിന് കാണാറുണ്ട്. അതിൻ്റെ തിയറി തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി നിങ്ങൾ ശരിക്കും ഒന്ന് ഓർത്ത് വയ്ക്കണം. അതായത് ഓരോരോ പ്ലാനിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ടൈലേഴ്സിൻ്റെ അതായത് ടൈലറുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം അത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം posits that the worker who exceeds the standard output within the stipulated time must be paid a high rate for high production, while the who fails to reach the standard level of output is paid 80% of the piece rate. The minimum wage of the worker are not guaranteed. അപ്പം ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ പല പീസ് റേറ്റ് അല്ലേ, അതായത് അത് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഒരു പീസ് റേറ്റ് അല്ല, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് 2 പീസ് റേറ്റ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടും കുറവിൽ തീർക്കുന്നവർക്ക് 1 പൈസയും അധിക സമയം എടുക്കുന്നവർക്ക് 1 പൈസയും, അങ്ങനെയാണത് പറയുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ ആവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തിയറി പോർഷന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അതങ്ങനെ ചോദിക്കാറ് കാണാറുണ്ട്. ടൈലേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ എഫിഷ്യൻസിക്കാണ് റിവാർഡ്. ഇറ്റ് റിവാർഡ് എഫിഷ്യൻസി. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഇറ്റ് റിവാർഡ് efficiency. Then it give incentive to produce more, so it increase production.
ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ശരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലിയാണ്, അതിൻ്റെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് റെഡ്യൂസ് ദി കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് അതായത് ഒരുപാട് സമയം ഒരു വിത്തിൻ എ ടൈം ലിമിറ്റിൽ ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒബ്വിയസ്ലി അതിൻ്റെ എന്തുണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് കണ്ടൻറ്റ് അപ്പോൾ അവിടെ കുറയും. പിന്നെ ഇതൊരു സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മെത്തേഡാണ്. ടൈലറിൻ്റെ പ്രത്യേകത അതാണല്ലോ, സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡാണ്. പിന്നെ അതിന് ഒബ്വിയസ്ലി അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പിന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അതായത് എല്ലാവർക്കും ഇപ്പം അങ്ങനെ സ്പീഡ് ചെയ്യണമെന്നില്ലല്ലോ. മേ ബി ചിലർ നല്ല വൃത്തിയിൽ ടൈം എടുത്ത് ചെയ്യുന്നവർ, അപ്പം അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വരുമ്പോൾ ഒരു ഡിമോട്ടിവേഷൻ ആവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ 2 പീസ് റേറ്റും തമ്മിൽ കുറച്ചധികം വ്യത്യാസമുണ്ട്. 2 വർക്കർക്ക് 2 രീതിയിലാണ് കൂലി വരുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 10 യൂണിറ്റ് പെർ ഹവർ. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 10 യൂണിറ്റ് പെർ ഹവർ. നോർമൽ ടൈം റേറ്റ് 5 പെർ ഹവർ. നോർമൽ ടൈം റേറ്റ് ₹5 പെർ ഹവർ. റുപ്പീസാണ്, ₹5 പെർ ഹവർ. ദെൻ 80% ഓഫ് പീസ് റേറ്റ് ഓഫ് ബിലോ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഒരു മണിക്കൂറിൽ 10 യൂണിറ്റാണെന്ന് പറഞ്ഞു. അപ്പം അതിൽ നിന്ന് കുറവുള്ളതിന് 80% പീസ് റേറ്റാണ് കിട്ടുക. ആ എബോവ് സ്റ്റാൻഡേർഡിന് 120% ഓഫ് പീസ് റേറ്റ് ആർ എബോവ് സ്റ്റാൻഡേർഡ്. ഇൻ 10-hour day, ഐശ്വര്യ പ്രൊഡ്യൂസ് 80 യൂണിറ്റ് ആൻഡ് റാണി പ്രൊഡ്യൂസ് 110 യൂണിറ്റ്. ഒരു 10 മണിക്കൂറിൽ ഐശ്വര്യ 80 യൂണിറ്റും റാണി 110 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തു. പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ദി വേജ് ഓഫ് 2 വർക്കേഴ്സ് അണ്ടർ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നത്? സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 10 യൂണിറ്റ് പെർ ഹവർ, നോർമൽ ടൈം റേറ്റ് 5 പെർ ഹവർ. ദെൻ 2 ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 2 റേറ്റ് ഉണ്ട്. എങ്ങനെ? സ്റ്റാൻഡേർഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ 80% ആവും പീസ് റേറ്റ്, സ്റ്റാൻഡേർഡിൽ കൂടിക്കഴിഞ്ഞാൽ 120% ആവും പീസ് റേറ്റ്. അപ്പോൾ പറഞ്ഞേക്കുന്ന ഒരു 10 മണിക്കൂറിൽ നമ്മൾ പറഞ്ഞു, ഒരു മണിക്കൂറിൽ 10 യൂണിറ്റാണ് സ്റ്റാൻഡേർഡ്. അപ്പം 10 മണിക്കൂറിൽ ഐശ്വര്യ ഉണ്ടാക്കിയത് 80 യൂണിറ്റും റാണി ഉണ്ടാക്കിയത് 110 യൂണിറ്റുമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, അത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട, എളുപ്പമാണ്. സൊല്യൂഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് പിന്നെ ഒരു പ്രോബ്ലം നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കിയാൽ അത് തറവായി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഹവർ എത്രയാണ്? 10 യൂണിറ്റ്. അത് എഴുതുക, അതെടുത്ത് എഴുതുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഹവർ 10 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് 10 മണിക്കൂറാണ്. ഒരു മണിക്കൂറിൽ 10 മണിക്കൂർ, ഒരു ദിവസം 10 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് ടൈം എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ് ഉണ്ടാവുക? 10 × 10 100 യൂണിറ്റ്സ് അല്ലേ? അതായത് നമുക്ക് തന്നത് എന്താ? ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഒരു മണിക്കൂറിന് 10 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 10 മണിക്കൂറിന് 100 യൂണിറ്റ്, 10 × 10 100 യൂണിറ്റ് കിട്ടി. അതവിടെ എടുത്തെഴുതുക. പിന്നെ എങ്ങനെയാണ് പീസ് റേറ്റ് പെർ ഹവർ എത്രയാണ് നമുക്ക് തന്നത്? പീസ് റേറ്റ് പെർ ഹവർ 5. ആ 5 എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? 10 യൂണിറ്റിനുള്ളതാണ് അല്ലേ? ഒരു മണിക്കൂറിനാണ് 5 രൂപ. ഒരു മണിക്കൂറിൽ സ്റ്റാൻഡേർഡ് 10 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര രൂപ ഉണ്ടാവും? ഒരു യൂണിറ്റിന് എത്ര രൂപ ഉണ്ടാവും? 5/10. 5/10 അല്ലേ? ഒരു മണിക്കൂറിൽ 10 എണ്ണം, അതിൻ്റെ റേറ്റാണ് 5. അങ്ങനെയാണെങ്കിൽ അല്ല, ഒരു പീസിന് 10 പീസിന് 5 ആണെങ്കിൽ ഒരു പീസിന് 5/10 0.50. 0.50. ഇത്രയും ക്ലിയർ ആയല്ലോ? 0.50 കിട്ടും.
പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് തന്നിട്ടുണ്ട് 2 പീസ് റേറ്റ്. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 80% പീസ് റേറ്റ് ഓഫ് ബിലോ സ്റ്റാൻഡേർഡും 120 പീസ് റേറ്റ് ഓഫ് എബോവ് സ്റ്റാൻഡേർഡും ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ സ്റ്റാൻഡേർഡ് പീസ് റേറ്റ് 0.50. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 2 ഡിഫറൻഷ്യൽ പീസ് റേറ്റ് കണ്ടുപിടിക്കണം. 80% അതായത് 0.50ൻ്റെ അതായത് 50 പൈസേൻ്റെ 80% കണ്ടുവയ്ക്കണം. 50 പൈസേൻ്റെ 120 കണ്ടുവയ്ക്കണം. അത് എളുപ്പമാണ്, ഒന്നുമില്ല. എത്രയാ? 0.50ൻ്റെ 80% കണ്ടാൽ മതി. 0.50ൻ്റെ 80% 0.40 വരും. 0.50 50 പൈസേൻ്റെ 120 0.60 വരും. 40 പൈസയും 60 പൈസയും. ഓക്കെ, എന്നിട്ട് നമ്മൾ എഗെയിൻ ക്വസ്റ്റ്യനിലോട്ട് വരിക. നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ? ഐശ്വര്യയ്ക്കും റാണിക്കും കിട്ടുന്ന കൂലിയ. അപ്പം നോക്കൂ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് 100 എണ്ണം ഉണ്ടാക്കണ്ടേ ശരിക്കും? സ്റ്റാൻഡേർഡ് കണക്ക് വെച്ചിട്ട് ഇവിടെ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ശരിക്കും നമ്മളെ സ്റ്റാൻഡേർഡ് എത്രയാണ്? 100 എണ്ണമാണ്. 100 എണ്ണം ഉണ്ടാക്കണം. ഐശ്വര്യ എത്ര എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ? 80 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. സോ ഐശ്വര്യയ്ക്ക് ലോ പീസ് റേറ്റ് വെച്ചിട്ട് ഒരെണ്ണത്തിന് 40 പൈസ 0.40 കിട്ടുള്ളൂ. അപ്പം ഐശ്വര്യയ്ക്ക് ആ റേറ്റും അപ്ലൈ ചെയ്യുക. റാണി എങ്ങനെയാണ്? എബോവ് സ്റ്റാൻഡേർഡാണ്. 100ന് പകരം ആൾ 110 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആൾക്ക് എന്ത് കിട്ടും? 50 പൈസയിലും കൂടുതൽ 60 പൈസ കിട്ടും. 0.60 കിട്ടും. ഡയറക്റ്റായിട്ട് ഇൻറ്റു ചെയ്താൽ മതി. 60 × 0.40 32, 110 × 0.60 66. ഇത് ഒരൊറ്റ വട്ടം പറയുമ്പോഴേക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റിപ്പീറ്റ് ചെയ്തൊന്ന് കേട്ട് നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി ഫോണിൽ കൂടെ ക്ലാരിഫൈ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, പേടിക്കേണ്ട. നിങ്ങൾക്ക് കോളേജിൽ വരാം. മാർച്ച് നിങ്ങൾക്കൊരു 2-3 ആഴ്ച എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അതല്ലാതെ ബികോംകാർക്ക് ഇപ്പം ഞാൻ ചൊവ്വാഴ്ച പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ. BBAക്കാരത് ഞാൻ പറയാം കേട്ടോ. ഇന്നോ നാളെയായിട്ട് അവർ ഏത് ഡേയാണ് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് നേരിട്ട് കാണാം. ഇനിയിപ്പം ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു.